ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വീണ്ടും പരാജയം. ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈയെ 25 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഡൽഹിയുടെ 183 റൺസ് ടോട്ടൽ പിന്തുടർന്ന ചെന്നൈക്ക് 163 റൺസേ നേടാനായുള്ളൂ. ചെന്നൈക്ക് വേണ്ടി വിജയ ശങ്കർ അർദ്ധ സെഞ്ചുറി നേടി. 54 പന്തിൽ 69 റൺസാണ് താരം നേടിയത്. ധോണി 26 പന്തിൽ 30 റൺസ് നേടി. മുൻനിര ബാറ്റർമാർ എല്ലാവരും പരാജയപ്പെട്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന് തിരിച്ചടിയായി. 3 റൺസ് എടുത്ത രജിൻ രവീന്ദ്ര, 13 റൺസ് എടുത്ത കോണ, 5 റൺസ് മാത്രം എടുത്ത ക്യാപ്റ്റൻ ഋതുരാജ്, 18 റൺസ് എടുത്ത ശിവം ദുബെ, 2 റൺസ് എടുത്ത ജഡേജ എന്നിവർ നിരാശപ്പെടുത്തി. വിജയ ശങ്കർ മാത്രമാണ് കുറച്ചെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ചത്. എന്നാൽ വിജയ ശങ്കറിനും റൺ റേറ്റ് ഉയർത്താൻ പറ്റിയില്ല. ധോണി ഏഴാമനായി ഇറങ്ങിപ്പൊരുതാൻ നോക്കിയെങ്കിലും ധോണിയുടെ ശ്രമങ്ങളും എവിടെയും എത്തിയില്ല. 11ാം ഓവറിൽ ധോണി ഇന്ന് കളത്തിലെത്തിയിരുന്നു. പക്ഷെ ബൗണ്ടറി കണ്ടെത്താൻ പ്രയാസപ്പെട്ടു. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഡൽഹി 6 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് നേടി. 51 പന്തിൽ നിന്നും 6 ഫോറുകളും 3 സിക്സറും അടിച്ച് 77 റൺസ് നേടിയ കെ.എൽ. രാഹുലാണ് ഡൽഹിയുടെ ടോപ്പ് സ്കോറർ. 4 മത്സരങ്ങളിൽ 3 തോൽവിയും 1 ജയവും മാത്രമായി ചെന്നൈ പോയിന്റ് ടേബിളിൽ താഴേക്ക് പോയി. തുടർച്ചയായ 3ാം മത്സരത്തിലും ജയിച്ച് ഡൽഹി ക്യാപിറ്റൽസ് 1ാം സ്ഥാനത്തേക്ക് കയറി.